അനുവിന്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ ബുക്കയിലാണുള്ളത്. ഇത് ആരുടെ ഇൻഗ്രീഡിയൻസ്? അത് ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ ഇതൊക്കെ കാണണോ? ചരിത്ര സംഭവമായ സാധനങ്ങൾ നടക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ വാറിൽ പോകുന്നു. 2 മിനിറ്റ് കൂടെ. അയാൾ ഈ വർഷം ഫുള്ള് വീഴ്ച വീഴും. ഒന്നുകൂടെ. 10 കൈയുണ്ട്. ഞാൻ ജിജോ. എല്ലാവർക്കും ട്രാവലിനെ കുറിച്ച് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനുവേ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ? നമ്മള് ന്യൂ ഇയർ ഷോപ്പിങ്ങിന് പോവാണ്. അതെ, നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോവാ. അപ്പം നമ്മുടെ ന്യൂ ഇയർ പരിപാടിയൊക്കെ എന്താ നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്? നമ്മള് ഇത്തവണ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചേട്ടന്റെ അടുത്ത് പോയിട്ട് അവിടെ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇന്നാണെങ്കിൽ ചേട്ടനും ചേച്ചിയും വർക്കിംഗ് ആണ് 31st. അപ്പം നമുക്കാണെങ്കിൽ ഇന്ന് എനിക്ക് നല്ല നൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നൈറ്റ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് കിടന്നുറങ്ങി. ഇപ്പതേ നമ്മള് ചെറിയൊരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോവാണല്ലേ? എന്താ നമ്മള് ചേട്ടനോട് പറഞ്ഞാലും ചേച്ചിക്ക് അറിയത്തില്ല, ചേട്ടൻ പറയുമായിരിക്കും. നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മള് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അനുവിന്റെ സ്പെഷ്യൽ ചില്ലി ചിക്കനും അത്ര സ്പെഷ്യൽ ഒന്നും അല്ല എന്നാലും. പിന്നെ പൊറോട്ട നമ്മള് മലയാളി കടയിൽ നിന്ന് ഫ്രോസൺ പൊറോട്ട കിട്ടുമല്ലോ, അത് വാങ്ങി അത് രണ്ടും സെറ്റ് ലാസ്റ്റ് മിനിറ്റ് തട്ടിക്കും. സമയം കളയണ്ട, പോവാം. സാധനങ്ങൾ വാങ്ങണം. നമ്മൾ മലയാളി കടയിലെത്തി. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അതെ, നമ്മൾ ആസ്ഡേയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര തിരക്കാ. മൊത്തം വണ്ടികളായിട്ട് മൊത്തത്തിൽ പാർക്കിംഗ് ഒക്കെ ഫുള്ള്. ഞങ്ങൾ വന്നപ്പോ കുറച്ച് സ്ലോട്ട് മാത്രമേ മിച്ചമുള്ളൂ. എല്ലായിടത്തും ഭയങ്കര ഫുള്ളായിട്ട് അതേ വണ്ടികൾ. എല്ലാരും ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള തിരക്കില്ല അല്ലേ? പോയി ഷോപ്പ് ചെയ്യാം. നല്ല കാറ്റുണ്ട്. നമുക്ക് ഉടുപ്പ് വാങ്ങാനുള്ള സൗകര്യമുണ്ട് ഉണ്ടാവും. അപ്പൊ നമ്മളത് ആസ്ഡേയിലെത്തി. തേങ്ങയോ കുലിക്ക് നോക്കാം. എനിക്കറിയാതെ തേങ്ങയാണ് വലിയ അന്നെ ഈ സാധനങ്ങളൊക്കെ എവിടെ വെച്ചേക്കുന്നത്? പോക്കറ്റില് കുറെ കിറ്റ് ഉണ്ട്. എല്ലാ പ്രാവശ്യം കിറ്റ് എടുക്കാൻ മറക്കും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഓരോ കിറ്റ് കൊണ്ടുപോകും. അങ്ങനെ കിറ്റ് കൊണ്ടുപോയി വീട്ടിൽ കുറെ കിറ്റ് ഉണ്ട്. അതെ, നമ്മളിപ്പോ പോക്കറ്റിലൊക്കെ വെച്ചോണ്ടാണ് നമ്മള് വരുന്നത്. ഇനി നേരെ വീട്ടിലേക്ക്. ഇനി ഇതിപ്പോ എത്ര മണിയായി? 7 മണിയായോ? സമയം 6:30. ഇനിയിപ്പം 2 മണിക്കൂറും കൂടെ ഉള്ളു. ഉള്ളി എല്ലാം തീർക്കണം. വാ കത്തി. ആദ്യം നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇവിടെ ഫ്രൈ ചെയ്ത് ഞാൻ തീരാറായി. ഇതിപ്പോൾ ലാസ്റ്റ് ഫ്രൈയിങ്ങിലാണ്. പെട്ടെന്ന് വേണം. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞു. വെറുതെ ഇരിക്കാൻ സമയമില്ല. നമ്മളിത് സ്പീഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് ചില്ലി ചിക്കൻ ആവത്തില്ല. അല്ലെന്ന് സ്പീഡില് മീൻസ് ഹൈ ഫ്ലെയിമിൽ ചെയ്യണം ഇത്. എന്നാലേ ഇത് ഷാൻജിയോ അങ്ങനെയാണോ പറഞ്ഞു തന്നെ? അനുവിന്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ ബുക്കയിലാണുള്ളത്. ഇത് ആരുടെ ഇൻഗ്രീഡിയൻസ്? അത് ഷാൻജിയോടെ. ഓ, അത് ബുക്കേ നോക്കി എഴുതി വെച്ചേക്കുവാണ്. പിന്നെ വീഡിയോ എപ്പോഴും ഇരുന്ന് കാണാൻ പറ്റുമോ? അതാണ് ബുക്കയിൽ എഴുതി വെച്ചേക്കുവാ. വീഡിയോ കാണും, പക്ഷെ വീഡിയോ എപ്പോഴും കാണാൻ പറ്റുമോ? ഇല്ല, പെട്ടെന്ന് ചെയ്ത് തീർക്കും. അപ്പൊ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് കാണാൻ പോയി കഴിഞ്ഞാൽ കുറെ നേരം എടുക്കും. അതാണ് ബുക്ക് ചെയ്ത് വെച്ചാ. വാവ്, നൈസ്. ടൊമാറ്റോ സോസിന് എടുത്തിട്ട് പോ. ഇത്തിരി കൂടിപ്പോയോ എന്തോ. അനുവാണെങ്കിൽ ഭയങ്കര തിരക്കില്ല. കരിയും എന്ന് പറഞ്ഞിട്ട് അവസാനം ഇത് എന്താവോ എന്തോ. അപ്പൊ ഇനി കുക്ക് ചെയ്തിട്ട് വരാം അല്ലേ? ക്യാമറ ഒന്ന് പൊത്തി തരപ്പം. ഒന്നുകൂടെ. ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആ ഒരു സന്തോഷം കണ്ട അനുവാളുടെ. കൊളവായിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് വേഴ്സ്റ്റ് ചില്ലി ചിക്കൻ ആണെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മതിയുണ്ട്. ഇളക്കി ഞാൻ കുറേ ആയി. കൊള്ളാം, അടിപൊളി. നല്ലൊരു സ്പൈസി, സൂപ്പർ. ഇച്ചിരി പച്ചിലിടണം. കുഴപ്പമില്ല. ഇതിനെന്തെങ്കിലും ഗുണമുണ്ടോ? സ്പ്രിംഗ് ഒനിയൻ. ഇതൊക്കെ കഴുകി വെക്കച്ചു. ആര് വന്നിട്ട് കഴുകാന്?
കഴിക്കച്ചേ ഒരു ഭരിപ്പിക്കില്ലേടി. അനുമോൾ റെഡിയായോ? ഞാൻ എപ്പോഴാ റെഡി, ബാ നമുക്ക് പോവാം. അനു ആണെങ്കിൽ എന്റെ ഉടുപ്പും എന്റെ പാന്റും എന്റെ ടീഷർട്ടും ഇട്ടിട്ടാണ് അവള് നടക്കുന്നത്. സോ ലൂസ്. ഓക്കേ ലെറ്റ്സ് ഗോ. കിച്ചന്റെ കുറെ ഉടുപ്പുകൾ എന്താ പിന്നെ നോട്ട ഇട്ടിട്ടുണ്ട്. ശരി എന്നാ തരാം. ഫുഡും പാക്ക് ചെയ്ത് നമ്മൾ പൊറോട്ട പാക്ക് ചെയ്ത് നമ്മൾ നേരെ ടാറ്റ. ബാ പെട്ടെന്നിട്ട് സമയമില്ല അനു, പെട്ടെന്നാവട്ടെ. അപ്പൊ ഞങ്ങള് ഫുള്ള് റെഡിയായി. ഇനി നമ്മൾ നേരെ ഷിനുചാന്റെ വീട്ടിലേക്ക് അല്ലേ. ഞാൻ അവിടെ പോയിട്ട് ഞങ്ങള് കുറെ പ്ലാൻസ് ഉണ്ട്, അപ്പൊ നമുക്ക് അത് കാണാം. യെസ്. ഈ തണുപ്പത്ത് കാറ്റത്താണോ നിങ്ങൾ നടക്കാൻ പോകുന്നെന്ന് പറഞ്ഞത്? അതെ, ഇന്നാണെങ്കിൽ നല്ല കാറ്റിട്ടോ, എനിക്ക് നല്ല കാറ്റ്. ഓ കാറ്റോട് കാറ്റ്. വാ വാ പെട്ടെന്ന് വണ്ടി കയറി, പെട്ടെന്ന് വണ്ടി കയറി. നീ അറിഞ്ഞായിരുന്നു ഇത്തവണ ലണ്ടനില് ഈ കാറ്റ് കാരണം എന്താ പറയണ, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേ? ഇത്തവണ ഉണ്ടല്ലോ ലണ്ടനിലെ ഈ കാറ്റ് കാരണം ഫയർ വർക്ക് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ, ലണ്ടനിലും സ്കോട്ട്ലൻഡിലും. പിന്നെ ശരിക്കും സീരിയസ് ആയിട്ട് ക്യാൻസലാക്കിയെന്ന് അറിയില്ല, കുറെ വീഡിയോസും ന്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര കാറ്റുണ്ടല്ലേ ശരിക്കും? ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. അതെ, നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. നമ്മളിത് ഇവിടെ ചന്ദ്ര വീട്ടിലെത്തി. ഇനി അവർക്ക് സർപ്രൈസ് കൊടുക്കാം. അടിക്ക് പൊട്ടിക്ക്. ഹാപ്പി ക്രിസ്മസ്. അല്ല ഹാപ്പി ന്യൂ ഇയർ, സോറി കിളി പോയി. ഹാപ്പി ന്യൂ ഇയർ. ചേട്ടൻ പറഞ്ഞില്ലായിരുന്നോ? എന്താ പരിപ്പോടെ എവിടെ? ഇവിടെ ചേട്ടൻ പരിപ്പോടെയും ഉഴുന്നോടെയൊക്കെ ചേട്ടൻ സെറ്റ് ആക്കുന്നുണ്ട്. മൊത്തത്തില് ആ പഴംപൊരി എന്നല്ലേ ഞാൻ പറഞ്ഞേ? നീ ഉഴുന്നോടെ കിളി മൊത്തത്തിൽ പോയിരിക്കുക. ഇങ്ങനെ രണ്ടര അടിച്ചാല. ചേച്ചി എന്നാ ഉണ്ടാക്കുവോ? ചുമ്മാ സാലഡ് പോലെ. റെഡി. ചിയേഴ്സ് ചിയേഴ്സ് ചിയേഴ്സ്. നമ്മുടെ പ്ലാൻ എന്താ? ഇനി നമ്മുടെ പ്ലാന് തെണ്ടി കിടന്ന് ഫയർ വർക്ക് കാണാം. എനിക്ക് കാറ്റാ പുറത്ത് ഭയങ്കര. നോക്കാം, നമുക്ക് ചുമ്മാ കുറച്ച് ഡ്രൈവ് ചെയ്ത് നൈറ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാഴ്ചയുണ്ടെങ്കിൽ ഫയർ വർക്ക് ഉണ്ടെങ്കിൽ അതും കാണാം. ടോർക്കിലും പെയിന്റിലൊക്കെ ഉണ്ടെങ്കിൽ അത് കാണാം. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മുടെ പരിപാടി 12 മണിക്ക് ശേഷം അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനി നൈറ്റ് റൈഡ്. പരിപ്പട എങ്ങനെയുണ്ട്? നല്ല പരിപ്പടി, നല്ല അടിപൊളിയാണ്. പഴംപൊരി തിന്നോ? കോഫി എടുക്കട്ടെ? ചായ? അത് നോക്ക, ഒരു കടി അടിച്ചു നോക്ക്. എന്റെ വയറ് പരിപ്പോടി വെച്ചു. അതെ, ആ വൈറ്റ് റമ്മിന്റെ ഒപ്പം അത് വന്ന് വൈറ്റ് റമ്മൊക്കെ അടിക്കണം. അതെ, വിത്തൗട്ട് വാട്ടറാണ് അവളുടെ മെയിൻ. പഴംപൊരി ഒന്ന് നോക്കിയ വേണോ? ഇഷ്ടപ്പെട്ടോ? ഇത്ര നേരം പരിപ്പോട വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. അല്ല പഴംപൊരി, എനിക്കിത് മാറിപ്പോണ്. പഴംപൊരി വേണ്ടെന്ന് പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ? നല്ല പഴംപൊരി അല്ലേ ഇത് മറ്റേ ഫ്രോസൺ അല്ലേ? ഫ്രോസൺ പഴംപൊരി ആട്ടോ ഇത്. നല്ല സോഫ്റ്റാ. എല്ലാരും തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇതേ ഇറങ്ങുക. നമ്മള് ബീച്ചിന്റെ സൈഡിൽ പോയി അവിടെ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിട്ട് പോകുന്നല്ലേ. അപ്പൊ നമ്മളെല്ലാരും കൂടെ ദേ പുറത്തെ ഫയർ വർക്ക് കാണാന്ന് പറഞ്ഞ പോവാണ്. ഇപ്പൊ സമയം എത്രയും 11:30 അല്ലേ? അല്ല 11 മണി അല്ലേ? 11 മണി. ഇവിടെ ആണെങ്കിൽ നല്ല കാറ്റാ. നല്ല കാറ്റായത് കാരണം ഫയർ വർക്ക് വല്ലതും ഉണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞങ്ങൾ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലൊക്കെ കാണാൻ പറ്റുമായിരിക്കും അല്ലേ ഏട്ടാ? കാണാൻ പറ്റുന്ന പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുവേ, നീ കഴിഞ്ഞ കൊല്ലത്തെ ന്യൂ ഇയർ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മള് മതിലിന്റെ പൊക്കത്തായിരുന്നു. അതെ, ഞങ്ങള് കഴിഞ്ഞ കൊല്ലാണെങ്കിലും ഉണ്ടല്ലോ, ഞങ്ങള് ന്യൂ ഇയറിന് ലണ്ടൻ പോയി. ലണ്ടൻ ഫയർ വർക്ക് കാണാൻ വേണ്ടി പോയതാ. അവിടെ പോയിട്ട് ഞങ്ങള് മതിലൊക്കെ ചാടിയാണ് ഫയർ വർക്ക് ഉണ്ട്. അതിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് ഭയങ്കര രസമായിരുന്നു അല്ലേ? ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. അനുവൊക്കെ മതിലെ ഒക്കത്തൊക്കെ വലിഞ്ഞ് ചാടി കയറുന്നുണ്ടായിരുന്നു. അയ്യോ, എന്തോരം പേരാ വലിഞ്ഞു കയറിയതും. എന്റെ അമ്മയും എല്ലാവരും പൈസ കൊടുത്താ കയറിയ, പക്ഷെ ഞങ്ങളാണെങ്കിൽ ഫ്രീ ആയിട്ട് കയറി. കാരണം ഞങ്ങളെല്ലാം മതില് കയറി മൊത്തം സാധനങ്ങൾ പൊളിച്ചു കളഞ്ഞു എല്ലാരും കൂടെ. എന്തുവാ ഇത്തവണ ക്യാൻസൽ ആയെന്നാണ് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ കാറ്റ് കാരണം അവിടെയൊക്കെ ക്യാൻസൽ ആക്കി എന്നാണ് ഇങ്ങനെ പറഞ്ഞ കേട്ടത്. അറിയില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. അവിടെ വെടിക്കെട്ടുണ്ട്, പക്ഷേ നമുക്കത് അത് എവിടെയാട്ടോ? അത് അല്ല ഫ്ലൈറ്റ് ആണെങ്കിൽ പറന്നും പോയി കാണായിരുന്നു. നടക്കാം, നല്ല തണുപ്പുണ്ട്. അതെ, നമ്മളാണെങ്കിൽ ഇവിടെ ബീച്ച് സൈഡിൽ വന്നിട്ട് ചുമ്മാ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ വേണ്ടി പോവാണ്. ഫയർ വർക്ക് ഉണ്ടോ എന്ന് കഴിഞ്ഞ ഇയറിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം.
ചേച്ചിയൊക്കെ തണുത്ത് വിറച്ച് കോച്ചിയൊക്കെ നടക്കുന്നത് നോക്കിക്ക്. ഇവിടെ ഒരുപാട് ഡെക്കറേഷൻസും പരിപാടിയൊക്കെ നമുക്ക് കാണാം. നല്ല ഭംഗിയാട്ടോ ഇത് കാണാനായിട്ട്. അതെ, ഒന്ന് ബോഡി വാമായി കഴിഞ്ഞാലേ സെറ്റാവും. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ടോർക്കെ ഹാർബറിലാണ്. ഇവിടെ ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇപ്പൊ ഇവിടെയാണ് കഴിഞ്ഞ വട്ടമൊക്കെ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എവിടെ പാട്ട് കേൾക്കാം അല്ലേ? പുഷ്പ 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 പുഷ്പരാജ്. വാവ്, ഇത് കൊള്ളാലോ. വാവ്, നമ്മള് ചവിട്ടുമ്പോ ഇത് കത്തും. എടി അനുവേ, കൊള്ളാം പരിപാടി. ഈ പരിപാടി കൊള്ളാം. ചേച്ചിയുടെ പറയാ, ചേച്ചി ഇങ്ങനെ ഓടി നടക്കുന്നു. നമ്മൾ കുറെ നേരം നിൽക്കുവാണെങ്കിൽ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓ, ഇവിടെ ഒടുക്കത്തെ കാറ്റെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കാറ്റ്. കടൽ തീരം കൂടെ ആയത് കാരണം ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. ഓ, ഒരു രക്ഷയില്ല. നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ തണുത്ത് പണ്ടാറടങ്ങിയിരിക്കുക. നല്ല തണുപ്പ്. ഐസ് കട്ടയിൽ പിടിച്ച പോലെ ഫീല്. ഓ, പറന്നു പോണ കാറ്റ്. ഇങ്ങനെ നിൽക്കുമ്പോഴേ കാറ്റടിക്കുന്നുമില്ല, ശക്തമായിട്ട് തന്നെ ഇവിടെ തള്ളി നിർത്തിയിട്ടുണ്ട്. ശരിയാ, പിന്നെ എത്ര വർഷം നിന്ന് കഴിഞ്ഞാൽ നമ്മള് വീഴത്തില്ല. ഹാപ്പി ന്യൂ ഇയർ. ഫുഡ് കഴിക്കാൻ കഷ്ടപ്പെടാൻ നോക്കി. എല്ലാവരും ന്യൂ ഇയർ ആഘോഷത്തിന്റെ മേളയിൽ പബ്ബിലും ബാറിലൊക്കെ ആയിട്ട് കയറി ഇറങ്ങി നടക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഇതൊക്കെ കാണണം. ചരിത്ര സംഭവമായ സാധനങ്ങൾ നടക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ ബാറിൽ പോകുന്നു. ചുമ്മാ ഇല്ല, ഇനി ശ്വാസം വിടുന്നില്ല എനിക്ക്. നിങ്ങൾ ഇത് കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾ ഇത് കാണുക. കണ്ട് അവിടെ എല്ലാവരും കൂടെ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ എന്തോ ഷോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സൗണ്ടൊക്കെ ആണെങ്കിൽ പോയി പണ്ടാരം കാറി. ഈ ഒരു ക്ലോക്ക് ടവറിനെ ബേസ് ചെയ്തതാണ് ഇവിടെ എന്തോ ഫയർ വർക്കും പരിപാടിയൊക്കെ നടക്കാൻ പോണേന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കിയപ്പോഴേ ആ പെണ്ണും ചെക്കൻ അവിടെ നിന്ന് എന്നിട്ടാണോ 2 മിനിറ്റ് കൂടെയാണ് സുഹൃത്തുക്കളെ ഇനി ബാക്കി. എനിക്ക് സമയത്ത് ഹാപ്പി ന്യൂ ഇയർ. 1 2 3 4 5 6 7 8 9 സ്ഥലത്ത് നമ്മുടെ ചുറ്റും പടക്കം പൊട്ടുന്നു. ആദ്യത്തെ വീഴ്ച. അയാൾ ഈ വർഷം ഫുള്ള് വീഴ്ച വീഴും. ദൈവം, ഞാനും വീഴില്ലേ. പുതുവർഷ പ്രാർത്ഥന. കരുണീയവനായ ദൈവമേ, ഈ പുതുവർഷം അനുഗ്രഹിക്കപ്പെട്ടതാക്കി മാറ്റുകയും നന്മയുടെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സഹോദര്യത്തിന്റെയും നാളുകളാക്കി മാറ്റുകയും ചെയ്യണമേ. അപ്പൊ ഈശംശേഖ് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും. അപ്പൊ നമ്മള് നമ്മുടെ ന്യൂ ഇയറിന് വെടിക്കെട്ടെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ പരിപാടി? ഇങ്ങോട്ട് നോക്കടി. ഹായ്, എന്റെ സ്പെഷ്യൽ ഫുഡ്. നിന്റെ സ്പെഷ്യൽ കറി അല്ലേ? നിന്റെ സ്പെഷ്യൽ നമ്മളിന്ന് പരീക്ഷിച്ച ചില്ലി ചിക്കനും പൊറോട്ടയും. ചില്ലി ചിക്കൻ, അനുവിന്റെ സ്പെഷ്യൽ ചില്ലി ചിക്കൻ ആണ്. നിങ്ങള് ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെ ഉണ്ടെന്ന്. അതാണ് അനുമോളുടെ കൈ. അതെന്ത് സാധനം അത്? ആയില്ല, സത്യം ശരിക്കും ആയില്ല. ഇതിന് നന്നായിട്ടായിരുന്നു ഉണ്ടാക്കി. ഓ, ഇതില് നന്നായിട്ടുണ്ടാക്കി. കാര്യം അനു ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി. കാര്യം ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ ചിക്കൻ മിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് 8 മണിയാകുമ്പോ കട അടച്ചു പോയി. പിന്നെ സാധനങ്ങൾ ഒന്നും മേടിക്കാൻ സമയമില്ല. കഴിഞ്ഞ 3 ദിവസം അടുപ്പിച്ച് ഡ്യൂട്ടി ആയിരുന്നു. അതെ, ന്യൂ ഇയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ജിജോയും അനുവും കൂടി
സർപ്രൈസ് ആയിട്ട് വന്നത്. Surprise ആയിട്ട് ചില്ലി ചിക്കനും പൊറോട്ട ഒക്കെ ആയിട്ട് സർപ്രൈസ് ആയിട്ട് വന്നിട്ട് നമുക്കൊന്ന് അടിച്ചു പൊളിക്കുക, ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിക്കുക അങ്ങോട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ന്യൂ ഇയറിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു ന്യൂ ഇയർ നമ്മൾ വിഷ് ചെയ്യാം അല്ലേ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. വീണ്ടും കാണാം. ബൈ. ബൈ. ബൈ.